ശ്രീമന്നാരായണീയം 46 ദശകം വിശ്വരൂപ ദർശനം. ഐ ദേവപുരാ കില ത്വയി സ്വയമുത്ഥാനശയേ സ്തനന്ധയേ പരിജൃംഭണതോ വ്യപാവൃതേ വദനേ വിശ്വമജഷ്ടവല്ലവി. പണ്ടൊരിക്കൽ മാതാവിൻ്റെ മടിയിൽ മലർന്നു കിടന്ന് മുല കുടിച്ചുകൊണ്ടിരുന്ന അങ്ങ് കോട്ടവായിടാൻ വേണ്ടി വായ തുറന്നപ്പോൾ യശോദ അതിനുള്ളിൽ സകല ലോകങ്ങളെയും കണ്ടു. പുനരഭ്യത ബാലകൈ സമം തൊയിലീലാനിരതേ ജഗൽപദേ ഫലസഞ്ചയ വഞ്ചന കൃത തവ മൃൽഭോജനമോചുരർഭക. ഹേ വിശ്വനാഥ, മറ്റൊരിക്കൽ ബാലകുരുത്ത് ലീലാവിനോദങ്ങളിൽ വ്യാപൃതനായിരുന്ന അങ്ങ് അവരുടെ പഴങ്ങൾ പതിവായി മോഷ്ടിച്ചു. തങ്ങളുടെ നഷ്ടത്തിൽ ക്രുദ്ധരായ ബാലകർ അങ്ങ് മണ്ണ് ഭക്ഷിച്ചുവെന്ന് പറഞ്ഞു പരത്തി. ഐതേ പ്രളയാവധൗ വിഭോ ക്ഷിതിതോ യാതി സമസ്തഭക്ഷിണ മൃദുപാശനതോ ഭുജാഭവേ ദിതിഭീതാ ജനനീ ചുകോപസാം. മഹാപ്രളയവേളയിൽ ഭൂമി, ജലം ഇത്യാദിയായ ഭൂതങ്ങളെയെല്ലാം ഭക്ഷിക്കാറുള്ള അങ്ങയ്ക്ക് മണ്ണ് തിന്നുന്നത് മൂലം എന്തെങ്കിലും രോഗമുണ്ടാകുമെന്ന് ശങ്കിക്കുക മൂലം യശോദ കുപിതയായി. ഐ ദുർവിനയാത്മകത്വയാ കിമൃത്സ്നാപദവത്സഭക്ഷിത ഇതി മാതൃകിരം ചിരം വിഭോ വിദധാന്ത്വം പ്രതിജിജ്യശേഹസൻ. വികൃതിയായ കൃഷ്ണ, നീ എന്തിനാണ് മണ്ണ് തിന്നുന്നത്? ഇത് കഷ്ടമായിപ്പോയി എന്ന അമ്മയുടെ വാക്ക് കേട്ടപ്പോൾ അങ്ങ് അത് അസത്യമാണെന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഐതേ സകലൈർവിനിശ്ചിതേ വിമതിശ്ചേതനം വിദാര്യത ഇത് മാതൃവിപത്സിതോ മുഖം വികസൽ പത്മലിപം യബ്ധാരയ. ഹേ കൃഷ്ണ, എല്ലാവരും ദൃഢമായി പറയുന്ന ഇക്കാര്യം നീ സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് വായ തുറക്കുക എന്നിപ്രകാരം മാതാവ് ശാസിക്കുകയും ഭയപ്പെടുത്തുകയും ചെയ്തപ്പോൾ വിടർന്നു വരുന്ന താമരമലരിനെ പോലെ അങ്ങ് വായ തുറന്നു. അഭിമൃദ്ലവദർശനോത്സുകാം ജനനീന്താം ബഹുതർപ്പയന്നിവ പൃഥിവീ നിഖിലാന കേവലം ഭുവനാന്യപ്യഖിലാന്യതീദൃശ. വായിൽ അല്പമെങ്കിലും മണ്ണ് കണ്ടെത്തുവാൻ ഉത്സുകയായിരുന്ന മാതാവിനെ പരിപൂർണമായും സംതൃപ്തയാക്കാനായിരിക്കാം അങ്ങ് ഭൂമിയെ മാത്രമല്ല അഖില ലോകങ്ങളെ കൂടി വായിൽ പ്രദർശിപ്പിച്ചത്. കുഹചിദന്നമംബുധി ക്വചിത് ക്വചിദപ്രം കുഹചിദ്രസാദലം മനുജാധനുജ ക്വചിൽ സുരാ ദദൃശേ കിം ന തദാ ത്വദാനനേ. അപ്പോൾ അങ്ങയുടെ വായിൽ ഒരു ഭാഗത്ത് വനവും മറുഭാഗത്ത് സമുദ്രവും പിന്നെ ഒരിടത്ത് ആകാശവും വേറൊരിടത്ത് പാതാളവും മനുഷ്യരും അസുരന്മാരും ദേവന്മാരും എന്നിങ്ങനെ എന്തെല്ലാം കാണപ്പെട്ടു. കലശാംബുധിശായിനം പുനാ പരവൈകുണ്ഠപദാദിവാസിനം സ്വപുരശ്ച നിജാർപ്പകാത്മകം കഥിതാത്താം ന ദദർശ സാമുഖേ.
അങ്ങയുടെ വദനത്തിനുള്ളിൽ അങ്ങയെ തന്നെ പാലാഴിവാസിയായും ഉന്നതമായ വൈകുണ്ഠവാസിയായും അവൾ കണ്ടു. കൂടാതെ തൻ്റെ മുൻപിൽ സ്വന്തം പുത്രനായി നിൽക്കുന്ന അവസ്ഥയും അവിടെ കാണപ്പെട്ടു. വികസൽ ഭുവനേ മുഖോദരേ നനുഭൂയോപി തഥാ വിധാനന അനയാ സ്ഫുടമീക്ഷിതോ ഭവാ നനവസ്ഥാൻ ജഗദാംബദാതനോ. സ്പഷ്ടമായി തന്നെ നിഖില ഭുവനങ്ങളും പ്രത്യക്ഷമായ അങ്ങയുടെ വായിൽ വീണ്ടും സ്പഷ്ടമായ ഭുവന ദർശനത്തോടു കൂടിയ അങ്ങയെ തന്നെയും വീണ്ടും അതിനുള്ളിൽ ആ ദൃശ്യം തന്നെയും കാണപ്പെട്ട് സ്ഥിതി ചെയ്ത അങ്ങ് ലോകങ്ങളുടെ അനന്തതയെയും പരിധിയില്ലായ്മയെയും വിശദീകരിച്ചു. ധൃതതത്വധിയം തദാക്ഷണം ജനനീം താം പ്രണയേന മോഹയൻ സ്തനമംബതി ദിശേത്യുപാസജൻ ഭഗവന്നൽപുത ബാലപാഹിമ. അല്പസമയത്തേക്ക് തത്വജ്ഞാനം ലഭിച്ച ആ മാതാവിനെ വീണ്ടും മോഹവലയത്തിലേക്കാക്കാനായി സ്നേഹനിധനനായ അങ്ങ് അമ്മേ മുലപ്പാൽ തരൂ എന്ന് കൊഞ്ചിക്കൊണ്ട് പറഞ്ഞ് അവരുടെ മേൽ ചെന്ന് പറ്റി നിന്നു. ഹേ അത്ഭുത ബാലകനായ ഭഗവാനെ, ഗുരുവായൂരപ്പ, എന്നെ രക്ഷിക്കണമേ. ശ്രീഹരേ നമഃ.